നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 28/5/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില വീണ്ടും കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ മിക്ക റബ്ബർ കർഷകർ ഈ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS-4 കിലോ 252 രൂപ 50 പൈസ, RSS-5 കിലോ 249 രൂപ 50 പൈസ, ISNA20 207, ലാറ്റക്സ് 60% ഡിയാൽസിൽ 160 രൂപ 60 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. ഈ കൊച്ചു വില നോക്കുമ്പോൾ RSS-4 കിലോ 252 രൂപ 50 പൈസ, RSS-5 കിലോ 249 രൂപ 50 പൈസ. ഇതാണ് കൊച്ചു വില. ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയിൽ ഒട്ടുപാൽ കിലോ 151, 60% DRCയിൽ ഒട്ടുപാൽ കിലോ 113 രൂപ 25 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS-4 കിലോ 251 രൂപ 50 പൈസ, RSS-5 കിലോ 240 രൂപ 50 പൈസ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS-4 കിലോ 278 രൂപ 86 പൈസ, RSS-5 കിലോ 278 രൂപ 42 പൈസ. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS-4 കിലോ 244 രൂപ 50 പൈസ, RSS-5 കിലോ 241 രൂപ 50 പൈസ, ISNA20 198 രൂപ 50 പൈസ മുതൽ 199 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയിൽ ഒട്ടുപാൽ കിലോ 130 രൂപ 50 പൈസ. ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് റബ്ബർ ടാപ്പിംഗ്. മറ്റേതൊരാകട്ടെ കവറിടാൻ ശ്രമിക്കുന്നു. കവറിനൊക്കെ ഭയങ്കര വില തന്നെയാണ്. അതും ലേബർ ചാർജും കൂടുതലായി ഇപ്പോൾ. ഇതെല്ലാം കൂടെ ഇട്ട് വരുമ്പോൾ റബ്ബർ കർഷകർക്ക് എന്ത് പ്രയോജനം? കൂടാതെ കൂലിയും കൊടുത്ത് വരുമ്പോൾ റബ്ബർ കർഷകർക്ക് വലിയ പ്രയോജനമില്ല. സ്വന്തമായി വെട്ടി ടാപ്പിംഗ് ചെയ്ത് എടുക്കാമെങ്കിൽ ആ ലേബർ ചാർജ് നമുക്ക് പ്രയോജനപ്പെടും. കേരളത്തിൻ്റെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,510, ഒരു ഭവന് 1,16,080 അതുപോലെ 24 ക്യാരറ്റ് 15,829, ഒരു ഭവന് 1,26,632. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 55 രൂപ, ഒരു ഭവൻ്റെ മുകളിൽ 440 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 40 മുതൽ. കുരുമുളക് അൺകാർബിൾഡ് കിലോ 704, കുരുമുളക് കാർബിൾഡ് കിലോ 724, പുതിയത് 694, ചുക്ക് ബെസ്റ്റ് 300, മഞ്ഞൾ സെൽ 185, അടയ്ക്ക പുതിയത് 390, കാഞ്ഞിരക്കുരു 1880, ജാതിക്ക തൊണ്ടോട് കൂടി 330, ഗ്രാമ്പു 800, നാടൻ ഗ്രാമ്പു 910, കാപ്പിക്ക് പരിപ്പ് 36,000, കുരുമുളക് വയനാടൻ 700, ചേട്ടൻ 690, നെല്ല് കിൻഡൽ 2,500. എന്തായാലും ആകാശത്ത് പൂർണ്ണചന്ദ്രൻ്റെ മനോദൃശ്യം. ആകാശപ്രേമികൾക്കും ജ്യോതിശാസ്ത്ര നിരീക്ഷകർക്കും ദൃശ്യവിരുന്നൊരുക്കി ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ ചാന്ദ്ര പ്രതിഭാസത്തിലൊന്നായ ബ്ലൂ മൂൺ ദൃശ്യമാകും. UAE ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അപൂർവ പൂർണ്ണചന്ദ്ര പ്രതിഭാസം കാണാനായി ആളുകൾ ഇതിനകം തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. 2026 മെയ് 30 ശനിയാഴ്ച രാത്രി മുതലേ ചന്ദ്രൻ കൂടുതൽ വലുപ്പത്തിലും തിളക്കത്തിലും ദൃശ്യമാകാൻ തുടങ്ങും. മെയ് 31 പുലർച്ചെ ഏകദേശം 3:45 ചന്ദ്രൻ അതിൻ്റെ പരമാവധി പ്രകാശാവസ്ഥയിൽ എത്തുകയെന്നാണ് ജ്യോതിശാസ്ത്രയുടെ വിലയിരുത്തൽ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.